ഹേ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ഇന്ന് എന്തെല്ലാം നമുക്ക് ചെയ്യാം എന്നുള്ള പ്ലാനിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ കുറേ നടക്കുന്നത്. അതിനുശേഷം ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. എൻ്റെ മോള് രാത്രി തീരെ ഉറങ്ങൂല കേട്ടോ. തീരെ എന്ന് പറഞ്ഞാൽ അവളൊരു 1 മണിക്ക് 1:30 എണീച്ചിരുന്നാൽ പിന്നെ അവൾ ഉറങ്ങൽ ഒരു 5:30-6 മണി ആ ഒരു ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഉമ്മയും ഉപ്പയും 4 മണിക്ക് എണീക്കുമ്പോൾ തന്നെ ഞാനും എണീച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിടക്കൽ കേട്ടോ. അപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആവല്, അതായത് മോള് ഉറങ്ങൽ കേട്ടോ. രാവിലെ ആവാൻ നേരത്തെ ഉറങ്ങുള്ളൂ കേട്ടോ. ഏതായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയപ്പോൾ കണ്ടതാണ് ഈ ഉപ്പുമാവാട്ടോ. ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പുമാവും കട്ടൻ ചായയും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ടു ഒരു ചെറിയ റിംഗ് ലൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ മീഷോന്ന് വാങ്ങിച്ചാട്ടോ. സംഭവം നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ക്യൂട്ടാട്ടോ. അതെനിക്ക് അതിനോട് അത്രയും ഇഷ്ടം. ഏതായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നെക്സ്റ്റ് പരിപാടി നോക്കാം. പിന്നെന്ന് ഉമ്മക്ക് നല്ല പനിയുള്ള ദിവസമായിരുന്നു കേട്ടോ. നല്ല പനി പറഞ്ഞാൽ നല്ല പനിയായിരുന്നു. അവരിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒക്കെ വന്നാട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാതും കൂടെ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് തന്നെ എനിക്ക് പറയാൻ പറ്റും, ഇല്ല എന്ന് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും കഴിയൂല, എന്താ പറയുക, ഒരു ദിവസത്തെ മൊത്തം നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടോ. പ്രത്യേകിച്ച് ഇപ്പം മോളും കൂടെ വന്നുകൊണ്ട് നമ്മൾ ഷെഡ്യൂളൊക്കെ ആകെ മാറിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഉറക്കന്നെ തീരെ ഇല്ല, രാത്രിയിലൊന്നും ഉറങ്ങൂല. അപ്പോൾ ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ കാക്ക അതുപോലെ തന്നെ ഉപ്പ ഉമ്മ എനിക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു പായസം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സേമിയ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സിമ്പിളാണെങ്കിലും സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ മോളെ കുളിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് കുളി കഴിഞ്ഞിട്ട് അവളെ മാറ്റി കൊടുക്കാനുള്ള ഡ്രസ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉമ്മയാട്ടോ ചെയ്യൽ. ഉമ്മ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ ആട്ടി ഉറക്കി എൻ്റെ പരിപാടിയിലോട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇനിയിപ്പോൾ എത്ര ആൾക്കാരാണെങ്കിലും എത്ര കുറച്ച് ആൾക്കാരാണെങ്കിലും പാത്രം ഒരുപാടുണ്ടാവും കഴുകി വെക്കാനല്ലേ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്നെടുത്താൽ പിന്നെ ഞാനത് വേഗം സിങ്കിൽക്കിട്ട് പിന്നെ അടുത്തതെടുത്ത് അങ്ങനെയാട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാനിവിടെ ഫിഷ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ എൻ്റെ ഉമ്മാനെ കിച്ചൺ കേക്ക് ഏറ്റില്ല കേട്ടോ. കാരണം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആ സ്ലോയിൽ ക്യാമറ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് വെച്ച് അങ്ങനെ നമ്മൾ അത്രയും നല്ല സ്ലോവിൽ ചെയ്യണം കേട്ടോ. ഉമ്മ വന്നാൽ അവർ കൂടുമ്പം എന്താ പറയുക സ്പീഡ് കൂടും. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഫ്ലോ പോകും സത്യം പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മാനെ ഞാൻ അടുക്കളയ്ക്ക് കയറ്റലേ ഇല്ല കേട്ടോ. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഈ വെണ്ടക്ക കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. വെണ്ടക്ക എനിക്ക് എപ്പോഴും നല്ല നെരിയിച്ച് നല്ല ആ ഒരു ടേസ്റ്റിൽ കിട്ടണം കേട്ടോ. നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നമ്മളമ്മമാരുണ്ടാക്കി തരൂലേ, അങ്ങനെ നല്ല നെരിയിച്ചിട്ട് അതേപോലെ എനിക്ക് വെണ്ടക്ക ഇന്നും കഴിക്കാൻ ഇഷ്ടം. എൻ്റെ ഉമ്മക്കാണെങ്കിൽ കുറേ കരിവേപ്പില കാണണം കേട്ടോ. അപ്പം ഞാൻ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. പിന്നെ നമ്മൾ തക്കാളി ഇങ്ങനെ കേട്ടോ സ്റ്റോർ ചെയ്യൽ. കാരണം എന്താ വെച്ചാൽ കടയിൽ നിന്ന് കൊടുന്ന പാടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അത് ഉണക്കിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കൽ. ഏതായാലും കിച്ചണല്ലേ എത്ര നമ്മൾ ക്ലീനാക്കി വെച്ചാലും പൊടികളും വെള്ളമൊക്കെ വീണിട്ടുള്ള ഇതുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ആക്കാണ് ചെയ്യുന്നത്. എന്നും ഞാൻ നേരത്തെ ഫ്രഷ് ആയിട്ടാണ് ഫുഡ് കഴിക്കൽ. പക്ഷേങ്കിൽ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഫ്രഷ് ആവാന്നട്ടോ വിചാരിച്ചു. ഇന്ന് നമുക്ക് മീനുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, വെണ്ടക്ക ഉണ്ട്, പപ്പടം ഉണ്ട്, എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ അച്ചാറ് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാട്ടോ. പിന്നെ അതാ നല്ല പഴുത്ത മാങ്ങയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയത് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കും കേട്ടോ. ഇതാണ് എൻ്റെ പൂച്ച കേട്ടോ. 2 പൂച്ചയുള്ളത്. 2 പൂച്ചേൻ്റെ കുട്ടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. നമ്മൾ പൂച്ച എന്ന് വിളിക്കുമ്പോൾ ആൾ തിരിഞ്ഞു നോക്കും കേട്ടോ. ഭയങ്കര ക്യൂട്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ നിസ്കാരം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.